മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസം തമ്പുരാൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ 16-ാമത്തെ സങ്കീർത്തനത്തിലെ 11-ാമത്തെ വാക്യം നമുക്ക് ഓർമ്മിക്കാം. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. തമ്പുരാൻ്റെ സന്നിധിയിൽ സന്തോഷം, ആനന്ദം, സൗഖ്യം ഒക്കെ ലഭിക്കും എന്ന് സങ്കീർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, നമ്മുടെ സന്തോഷത്തെ അപഹരിക്കുന്ന എന്തെങ്കിലും കിടപ്പുണ്ടോ? ഒരുപക്ഷെ ഓർമ്മകളിൽ അങ്ങനെ പലതും കിടപ്പുണ്ടാകും. അതൊക്കെ ഒന്ന് പോയി കണ്ടെത്തി, ഓർമ്മകളിലേക്ക് പോയി കണ്ടെത്തി നമുക്ക് കർത്താവിൻ്റെ കുരിശിൻ്റെ കീഴെ സമർപ്പിക്കാനാവട്ടെ. അപ്പോൾ കിട്ടുന്ന വലിയൊരു സൗഖ്യത്തിൻ്റെ അനുഭവം, അതാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ, ചിന്തയുടെ കേന്ദ്ര ഭാഗമായിട്ട് നിലകൊള്ളുക. അതുകൊണ്ട് നമുക്ക് നമ്മളിലേക്ക് തന്നെ കണ്ണുകളൊക്കെ അടച്ച് നോക്കാം. എന്നിട്ട് വലിയൊരു സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ അനുഭവം തരണമേ എന്ന് നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മനുഷ്യ മനസ്സുകളിൽ, ചിന്തകളിൽ, ഓർമ്മകളിലൊക്കെ ഇങ്ങനെ പലതും കിടപ്പുണ്ടാവും. ദൈവത്തിന് സമർപ്പിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ എന്തിനാ വെറുതെ ഭാരങ്ങൾ ചുമക്കുക? നമ്മുടെ കർത്താവില്ലേ നമ്മളോടുകൂടെ എന്ന ഒരു ആശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരും. അതുകൊണ്ട് നമ്മളെയും നമുക്ക് സമർപ്പിക്കാം. വിഷമങ്ങൾ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, രോഗത്തിൽപ്പെട്ട് കിടക്കുന്ന, സൗഖ്യം ആവശ്യമുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് മാനസികമായ സങ്കടമനുഭവിക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ സമയത്ത് കർത്താവിൻ്റെ കുരിശിൻ്റെ ഇടയിൽ നിർത്തിക്കൊണ്ട് അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ നീട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന് മുമ്പിലും കർത്താവായ ഈശോ മിശിഹായുടെ മുമ്പിലും പരിശുദ്ധാത്മാവിന് മുമ്പിലും നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ശ്രദ്ധയുള്ള കരുണ ഉള്ളവനായ പിതാവ് നമ്മുടെ എല്ലാ ദീനതകളെയും കാണുകയും അവൻ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് തിരുവചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് പിതാവിൻ്റെ കാരുണ്യത്തെ ഓർക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി സഹനങ്ങളും പിഴകളും ഏറ്റുവാങ്ങിയ ക്രൂശിതനായ ഈശോ, രക്ഷകനായ ഈശോയെ നമുക്ക് ഹൃദയത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. വലിയ ആഹ്ലാദത്തിൻ്റെ നിറവ് നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്, ആത്മാവെ കടന്നു വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ത്രിയേക ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും ആശീർവാദവും പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ അവരുടെ വിങ്ങിപ്പൊട്ടുന്ന സങ്കടം നിറഞ്ഞ ഹൃദയത്തിൻ്റെ യോഗ്യതകളെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയെ കർത്താവിന് സമർപ്പിക്കാം. വേദനിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് രോഗികളെ നമുക്ക് നമ്മുടെ നിയോഗത്തിന് മേൽ സ്മരിച്ചുകൊണ്ട് ഈ സമയം കർത്താവിൻ്റെ കരസ്പർശനം നമ്മുടെ മേൽ ഉണ്ടാകാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും സൗഖ്യവും, ഞങ്ങൾ കാണാത്ത മേഖലകളിൽ ഞങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ സഹനങ്ങളെയും എടുത്തു മാറ്റി ഞങ്ങൾക്ക് ദൈവികമായ ആനന്ദവും സഹിക്കാനുള്ള ശക്തിയും
എപ്പോഴും അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപകളും നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കനിവോടെ കേട്ടറിയണമേ എന്ന് പരിശുദ്ധ അമ്മയുടെയും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും സകല പുണ്യവാന്മാരുടെയും മധ്യസ്ഥരോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ കുർബാനകളോടും ഞങ്ങൾ ആത്മനാ ചേർന്നുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വചനമായിട്ട് നമ്മൾ ഇന്ന് എടുക്കുന്ന ഞങ്ങളുടെ വചനഭാഗത്ത് 107 സങ്കീർത്തനത്തിലെ 20 വാക്യമാണ് നമ്മൾ എടുക്കുക. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് നൽകുന്ന വിടുതൽ, കർത്താവ് നൽകുന്ന സൗഖ്യം, അതേക്കുറിച്ചാണ് നമ്മളോട് സങ്കീർത്തകൻ പറയുക എന്ന് നമ്മൾ ഓർക്കുന്നു. ഒരുപാട് സൗഖ്യപ്പെടേണ്ട ആളുകളാണ് നമ്മൾ. ഒരുപാട് ആരുമറിയാത്ത സഹനങ്ങളും വേദനകളും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ആരും അത് തള്ളി പറയുന്നില്ല. കാരണം അതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ ഭാഗമായിട്ട് കിടക്കുകയാണ്. നമ്മൾ പിന്നെ ഒരു ന്യായീകരണം കണ്ടെത്തും. ജീവിതമല്ലേ, എന്തെങ്കിലുമൊക്കെ സഹനങ്ങളും വിഷമങ്ങളും ഉണ്ടാകും എന്നൊരു നിഗമനത്തിൽ നമ്മൾ തന്നെ നമ്മളെ ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യുക. ഇവിടെ നമുക്ക് ഓർക്കാം, നമ്മൾ പലപ്പോഴും ഒരാളെ കാണുമ്പോൾ സുഖമാണോ എന്ന് ചോദിക്കും. എന്നുണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നല്ലേ? ഒരു മൂളലാണ് അതിന് ഉത്തരം. എന്താ മൂളലിൻ്റെ പുറകിലെ കാര്യം എന്നറിയാമോ? വിശദമായിട്ട് പറയാനായിട്ട് കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. പക്ഷേ ഒരു മൂളലിൻ്റെ മറവിൽ നമ്മൾ പലതിനെയും മറച്ചു വയ്ക്കുകയാണ്. ആ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്ക് പൊതുവെ പറയാൻ പറ്റും. ചിരി കൊണ്ട് പൊതിയും മൗന ദുഃഖങ്ങൾ എന്നും പറഞ്ഞൊരു സിനിമാ പാട്ടുണ്ട് കേട്ടോ. അതാണ് സമ്പാദ്യം എന്നാണ് പറയുക. ചിരി കൊണ്ട് പൊതിയുന്ന മൗന ദുഃഖങ്ങൾ ഇന്നെൻ്റെ സമ്പാദ്യം എന്നോ. അപ്പം നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള സിനിമാ പാട്ടുകൾ നല്ല അർത്ഥമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിവിടെ ഓർക്കും. ചിരി കൊണ്ട് പൊതിയുകയാണ് നമ്മൾ ഈ മൗന ദുഃഖങ്ങളെയെല്ലാം. അതാണ് ഒരു സമ്പാദ്യം പോലെ കൊണ്ട് നടക്കുക. അപ്പം നമുക്ക് ഇതിനൊക്കെ എവിടെയാണ് ഒരു ഉത്തരം കണ്ടെത്തുക? നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കാനുള്ളത്. നമ്മുടെ ഉള്ളിലേക്ക് മാത്രം നോക്കിയാൽ പോരാ. ഈ ദുഃഖങ്ങളിൽ വിഷമങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളെ കണ്ടെത്തുക, അവർക്ക് ആശ്വാസം പകരുക എന്നുള്ളത് കർത്താവ് നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശം മാത്രമല്ല, അത് സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു വഴി കൂടിയാണ്. മത്തായിയുടെ സുവിശേഷം നമ്മൾ 25:36 വായിക്കുമ്പോൾ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടില്ലേ, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ ആശ്വസിപ്പിക്കാൻ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു രോഗിയെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുന്നത് സ്വർഗരാജ്യം അല്ലെങ്കിൽ കർത്താവിന് വലതു ഭാഗത്ത് നമുക്ക് നിൽക്കാനുള്ള യോഗ്യതയുടെ ഭാഗമാണ്. അതിലൂടെ നമ്മൾ സ്വർഗരാജ്യത്തിന് അർഹരായിത്തീരും. അപ്പോൾ എന്തുമാത്രം വിലപ്പെട്ടതാണ് ഈ രോഗീ ശുശ്രൂഷയൊന്നും ഇന്ന് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഓർക്കുന്നുണ്ട്, ചില പാഠങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കുന്നത്. ഞാനൊരു വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അടുത്തൊരു പള്ളിയിലായിരുന്നു. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ആശുപത്രി പോകും. ഈശോയം കൊണ്ടാണ് പോകുന്നത്. അവിടെയുള്ള അന്നത്തെ 16 വാർഡ് മുഴുവൻ ഈ കർത്താവിനെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് സുഹൃദൈവം ചൊല്ലി ആരാധനയും ചൊല്ലി നമ്മളിങ്ങനെ ലിസ്റ്റുണ്ട് കയറി അതൊക്കെ കണ്ട് രോഗികൾക്ക് വിശുദ്ധ കുർബാന ഈശോയെ കൊടുത്ത് വരിക. എന്നിട്ട് ഞാൻ തിരിച്ച് ഒരു പരിചയമുള്ള ഒരാളെ കണ്ട് അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അയാളെ കണ്ടുകളയാന്ന് വിചാരിച്ചാൽ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു, അദ്ദേഹത്തിന് തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ തൊട്ടങ്ങപ്പോൾ ഒരു ബെഡിൽ ഒരു മനുഷ്യൻ എന്നെ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അയാൾ എന്നെ നോക്കുന്നു, എന്നെ ശ്രദ്ധിക്കുന്നു മനസ്സിലാക്കിയപ്പോൾ ഞാനിത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തിൽ പോയി വർത്തമാനമൊക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ തലയിലൊന്ന് കൈവച്ച് ഒന്ന് ദൈവം പെട്ടെന്ന് സുഖപ്പെടുത്തട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. ഏതാണ് കുറേ മാസങ്ങൾക്ക് ശേഷം ഞാനിങ്ങനെ ടൗണിലൊരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ എന്നെ ഇങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഫാദറല്ലേ പണ്ട് മെഡിക്കൽ കോളേജിൽ വന്നത്? ഞാൻ എത്രയോ തവണ എല്ലാ ആഴ്ചയും പോകുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ പ്രത്യേകം അങ്ങനെ ചോദിക്കാൻ കാര്യം, എൻ്റെ തലയിൽ തൊട്ടിട്ടേ
ദൈവം സുഖപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു കാണുമാരി, ഞാൻ ഓർക്കുന്നില്ല കേട്ടോ സഹോദര, ക്ഷമിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അന്നേരം ആളും പറയാം, എനിക്കതൊരു വലിയ ടോണിക കുടിച്ച അനുഭവമായിരുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ അത്രയും ആരും അയാളെ ശ്രദ്ധിക്കാറില്ല, കുടുംബക്കാരെ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ അയൽവക്കംകാരും സുഹൃത്തുക്കളും വരാറില്ല. ആ മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് കർത്താവ് ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ആശ്വാസവും ആ വലിയ ആന്തരിക സൗഖ്യവും മറ്റാരും എന്നെ കാണാൻ വരുന്നില്ല എന്നുള്ള വിഷമമാണ് രോഗത്തേക്കാൾ കൂടിയ വേദന ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ പലപ്പോഴും എന്നെ ആരും അന്വേഷിക്കുന്നില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല, എനിക്ക് ആവശ്യമുള്ളത് ചെയ്ത് തരുന്നില്ല എന്നുള്ള വേദനയാണ് രോഗത്തേക്കാൾ കൂടുതലായിട്ട് അനുഭവമായിട്ട് വരുന്നത്. ഈ മനുഷ്യനെ കണ്ട് പിന്നെയും അദ്ദേഹത്തെ ഇങ്ങനെ വഴിക്കൊക്കെ കാണുമ്പോൾ എൻ്റെ ഒരു വലിയ സുഹൃത്തിനെ പോലെ പെട്ടെന്ന് എന്നോട് വർത്തമാനം പറയാൻ വരും, ഞാനും വർത്തമാനം പറയും. അദ്ദേഹത്തെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഈ ശുശ്രൂഷകൾക്കൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. നമുക്കറിയാം അത് വളരെയേറെ ആവശ്യമുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. ഇന്ന് വീടുകളിലൊക്കെ ഒരുപാട് കാരണന്മാരും മക്കളൊക്കെ ജോലിക്കൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ അന്യനാടുകളിലൊക്കെയാണ്. അതുകൊണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഇങ്ങനെ കഴിഞ്ഞ് ആരോടും ഒരു വർത്തമാനം പറയാൻ പോലും ഇല്ലാത്ത നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നവരുടെയൊക്കെ വീടുകളിലേക്കൊക്കെ അയൽപക്കത്ത് താമസിക്കുന്ന നമുക്ക് വേണേ ഒന്ന് ഇറങ്ങിച്ചെല്ലുന്നതിന് വലിയ വിഷമമൊന്നുമില്ല. അവിടെയൊക്കെ ചെന്ന് കുറച്ച് നേരം വല്ല വർത്തമാനമൊക്കെ പറഞ്ഞു ഭയങ്കര ആശ്വാസമാണ്. മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ ഇറങ്ങിപ്പോകുന്നത് പോലെ പുതിയ സന്തോഷം കൊണ്ട് ആ വാക്കുമൊക്കെ നിറയ്ക്കപ്പെടുന്നത് പോലെയൊക്കെ അവർക്ക് അനുഭവപ്പെടും. നമ്മുടെ കാര്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്, സൗഖ്യത്തിന് ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ദൈവികമാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കത് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും. നമുക്കന്ന് ഓർമ്മിച്ച് നോക്കാം, നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെ ഒരുപാട് വേദനിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആരോടും മിണ്ടുകയല്ല, ഭയങ്കര തന്ത്രജ്ഞന്മാരാണ് നമ്മളൊക്കെ. നമ്മൾ പലതും മറച്ച് വെച്ചുകൊണ്ട് നമുക്കൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ ഈ ചിരികൊണ്ട് പൊതിയുന്ന മൗന ദുഃഖങ്ങൾ, അതാണ് നമ്മുടെയൊക്കെ സമ്പാദ്യമാണെന്ന് നമ്മൾ ഓർക്കും. എന്തുകൊണ്ടാണ് ഈ മൗന ദുഃഖങ്ങൾ അവിടെ കിടക്കുക? നമ്മൾ തമ്പുരാന് സമർപ്പിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഏത് ദുഃഖത്തെയും ഏത് സംഗതിയും ആ കുരിശിൻ്റെ കീഴിൽ നിന്ന് കൊണ്ടുവച്ച് നോക്കും നിങ്ങൾ. നമുക്ക് മുമ്പ് ഈ സഹനങ്ങൾ ഏറ്റെടുത്ത കർത്താവിൻ്റെ സഹനങ്ങൾ നമുക്ക് സൗഖ്യമായി മാറുകയാണ്. അവൻ കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങളെന്തിനാണ് നിങ്ങളുടെ സഹനങ്ങളെക്കുറിച്ച് വിഷമിക്കുക? നമ്മൾ ചോദിക്കും. നമ്മുടെ ദുഃഖങ്ങളല്ലേ അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങളല്ലേ അവൻ വഹിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53:4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും. ഇതാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക. അപ്പോൾ യേശു എന്ന് പറയുന്ന ക്രൂശിതനായ വ്യക്തി, സഹിക്കുന്ന വ്യക്തി, മുറിവേറ്റ വ്യക്തി, മുറിവുകളെ സുഖപ്പെടുത്താൻ കഴിവുള്ളവനാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകും. എന്നിട്ട് പട്ടിയെപ്പോലെ മുറിവ് നക്കി നമ്മൾ അങ്ങനെ കഴിയുക. പരാതി പറഞ്ഞും ആരെങ്കിലും അങ്ങനെ നമുക്കൊരു മുറിവേൽപ്പിക്കാൻ ഇട വന്നിട്ടുണ്ട് അവരെയൊക്കെ പഴിച്ചും കുറ്റപ്പെടുത്തിയും ശപിച്ചും കഴിയുന്നു. നമ്മുടെയൊക്കെ ഉള്ളിലെ ചോര ഒലിക്കുന്ന അനുഭവങ്ങളെ കർത്താവിന് തിരുരക്തത്തിന് മുമ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവൻ തൻ തിരുരക്തം കൊണ്ട് അതെല്ലാം കഴുകി വെട്ടിപ്പാക്കി നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മളെ സന്തോഷം കൊണ്ട് നിറയ്ക്കും എന്നുള്ളത് വലിയൊരു ആത്മീയ അനുഭവമാണ്. അതിനാണ് നമ്മൾ ഈ പള്ളിയിലൊക്കെ നമ്മൾ ഈ ക്രൂശുതിരൂപമൊക്കെ വെച്ചിരിക്കുന്നത്. ഒരുപാട് മനുഷ്യരും ഈ ദുഃഖിക്കുന്നവരും മുറിവേറ്റവരുമായതുകൊണ്ട് ദ വൂണ്ടഡ് ഹീലർ എന്നാണ് യേശുവിനെ വിളിക്കുക. മുറിവേറ്റ സൗഖ്യദായകനാണ്. അവൻ്റെ പക്കലേക്ക് എത്തുമ്പോൾ വഴി കിട്ടുന്ന ഒരു ആന്തരികമായ സൗഖ്യം. അവൻ നമ്മോട് ചോദിക്കും, നിങ്ങൾക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന്. ഉണ്ട് തമ്പുരാന്, എനിക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ട്, സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് അവൻ്റെ മുമ്പിൽ തനിച്ചിരുന്ന് എപ്പോൾ നമ്മൾ പറയുന്നുവോ അവൻ തൻ്റെ മുറിവാർന്ന കരം കൊണ്ട് നമ്മളെ എല്ലാവരെയും തൊട്ട് സുഖപ്പെടുത്തുമെന്നുള്ളത് ദൈവികമായ ഒരു വാഗ്ദാനവും അനുഭവമായി നിൽക്കുന്നു. നമുക്കതുകൊണ്ട് ഈശോയിലേക്ക് നമ്മുടെ കൊച്ചു കൊച്ചു മുറിവുകളായിട്ട് പോകാം. കൊച്ചായിരിക്കാൻ വലുതാവാതെ, അത് ഓരോരുത്തരുടെ അനുഭവമല്ലേ. അതുകൊണ്ട് നമ്മളെ സുഖപ്പെടുത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ടല്ലേ യേശുവിൻ്റെ പകലേക്ക് ഒരുപാട് രോഗികൾ ചെല്ലുക, ഒരുപാട് സഹിക്കുന്നവർ ചെല്ലുക. അവൻ്റെ സൗഖ്യദായകമായ കരസ്പർശത്താൽ നമുക്ക് സൗഖ്യം അവൻ നൽകുന്നു. എന്തുമാത്രം അനുഭവങ്ങൾ നമുക്ക് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതങ്ങളിൽ നിന്ന് ശേഖരിച്ച് എടുക്കാൻ പറ്റുമെന്നറിയാമോ ഈ ഒരു വിഷയത്തിൽ. അതുകൊണ്ട് നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് ഈ തിരുവചനത്തിൻ്റെ ഭാഗം ധ്യാനിക്കുമ്പോൾ അവൻ നമ്മുടെ വേദനകളെല്ലാം ഏറ്റെടുക്കുന്നു. അവൻ തൻ്റെ വചനം അയച്ച് നമ്മളെ സുഖപ്പെടുത്തുന്നു എന്നുള്ള തിരുവചന ഭാഗം, സങ്കീർത്തകൻ്റെ ആ വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുത്ത് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾ, ആരോടും പറയാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ വിഷമത്തോടുകൂടി നമ്മൾ ചിന്തിക്കുന്ന എല്ലാ വേദനിക്കുന്ന അനുഭവങ്ങളെയും ദുഃഖങ്ങളെയും ആ കുരിശിൻ്റെ കീഴിൽ സമർപ്പിച്ച് നമുക്ക് കൂടുതൽ സൗഖ്യമുള്ളവരാകുമ്പോൾ
നമ്മൾ പറയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട് എന്ന്. സന്തോഷത്തിൻ്റെ ഈ പൂർണ്ണത പ്രാപിക്കാനായിട്ട് കണ്ണുകളൊക്കെ അടച്ച് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട്, കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിൻ്റെ അനുഭവം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സൗഖ്യത്തിലൂടെയാണ്. അത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ് ഇനി ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അനുഭവമാക്കി തരത്തക്ക വിധം ഞങ്ങളുടെ ഉള്ളിലെ എല്ലാ വേദനിക്കുന്ന അനുഭവങ്ങളെ എടുത്തു മാറ്റി ഞങ്ങളെ വലിയ സൗഖ്യം നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെ കൃപയും നമുക്ക് വേണ്ടി പീഡകളേറ്റ് സഹിച്ച പുത്രൻ്റെ സ്പർശനവും ഏത് സഹനത്തെയും സ്വീകരിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ ഈശോ നമുക്ക് നൽകുന്ന സൗഖ്യം പരിശുദ്ധാത്മാവിലൂടെ ആഹ്ലാദമായി പകരുമ്പോൾ ആ ഒരു കൃപ നമ്മൾ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമ്മുടെ ഹൃദയങ്ങളെ ത്രിയേക ദൈവത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നേരിടേണ്ടി വരുന്ന എല്ലാ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ഞങ്ങൾക്ക് ഏൽക്കുന്ന എല്ലാ മുറിവുകളെയും അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിച്ച് അങ്ങയുടെ തിരുപ്പുത്രനായ ഈശോ മിശിഹാ കുരിശിൽ ഏറ്റെടുത്ത സഹനങ്ങളുടെ ഓർമ്മയിലും ആ സഹനങ്ങളുടെ വിലയിലും ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ വേദനിക്കുന്ന അനുഭവങ്ങളെയും മാറ്റണമേ. സങ്കടങ്ങളെ ദുഃഖങ്ങളെയൊക്കെ സന്തോഷമായി സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഏത് കുരിശിനെയും സങ്കടത്തെയും മുറിവിനെയും രക്ഷയുടെ അനുഭവമാക്കി മാറ്റാൻ അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. സങ്കടങ്ങളെ കുരിശുകളെയെല്ലാം കർത്താവീശോ മിശിഹായുടെ കുരിശോട് ചേർക്കാനുള്ള കൃപ പ്രത്യേകമായി ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ എല്ലാവരെയും, പ്രത്യേകിച്ച് വേദന അനുഭവിക്കുന്നവരെയും സഹിക്കുന്നവരെയും അങ്ങയുടെ കൃപകളാൽ വരദാനങ്ങളാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവെ, കുരിശോട് ചേർന്ന് നിന്നവളെ, ഹൃദയത്തിലൊരു വാളുമായി ജീവിച്ചവളെ, അങ്ങയുടെ പ്രത്യേകമായ സാന്നിധ്യവും സഹായവും ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഹിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കൂടെയുള്ളവരെയും അങ്ങയുടെ കരുണയ്ക്കും സംരക്ഷണത്തിനുമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളോട് കൂടി ഉണ്ടാകുമാറാകണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഹനങ്ങളിലും വേദനകളിലും കർത്താവിൻ്റെ കുരിശിനെ ദർശിച്ചുകൊണ്ട് ജീവിച്ച വിശുദ്ധരായ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. ആരെയും മുറിപ്പെടുത്താതിരിക്കാൻ, ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ, മറ്റുള്ളവരുടെ മുറിവുകളെ ഏറ്റെടുക്കാനുള്ള പ്രത്യേകമായ വരം നിങ്ങൾക്ക് ലഭിച്ചതുപോലെ ഞങ്ങളെയും ഈ കൃപാവരം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥരായ വിശുദ്ധരോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ മധ്യസ്ഥരോട് ഞങ്ങൾ സമർപ്പിക്കുന്നു. മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം, നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീയുലകിൽ.
സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം. നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സർവശക്തനായ ദൈവമേ, സർവ്വാധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണത ദൈവമേ. സർവശക്തനായ ദൈവമേ, സർവ്വാധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണത ദൈവമേ. അനാദികാലം മുൻപേ നിന്നെ അറിഞ്ഞിരുന്നു ഞാൻ. അനന്ത സ്നേഹം കനിഞ്ഞു നൽകി മെനഞ്ഞു നിന്നെ ഞാൻ. അനാദികാലം മുൻപേ നിന്നെ അറിഞ്ഞിരുന്നു ഞാൻ. അനന്ത സ്നേഹം കനിഞ്ഞു നൽകി മെനഞ്ഞു നിന്നെ ഞാൻ. അലിവേറും എൻ കാരുണ്യം അറിഞ്ഞിടേണം നീ. നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സർവശക്തനായ ദൈവമേ, സർവ്വാധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണത ദൈവമേ. കൺമണിയായി കരുതി നിന്നെ കാത്തു പുലർത്തി ഞാൻ. കനിവിൻ സ്നേഹപാലമൃതേകി പോറ്റി വളർത്തി ഞാൻ. കൺമണിയായി കരുതി നിന്നെ കാത്തു പുലർത്തി ഞാൻ. കനിവിൻ സ്നേഹപാലമൃതേകി പോറ്റി വളർത്തി ഞാൻ. മറന്നിടാതെൻ വാത്സല്യം നുകർന്നിടേണം നീ. നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം. നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം. നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സർവശക്തനായ ദൈവമേ, സർവ്വാധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണത ദൈവമേ. സർവശക്തനായ ദൈവമേ, സർവ്വാധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണത ദൈവമേ. നമുക്ക് സഭയോട് ചേർന്ന് സഭയുടെ അനുഗ്രഹവും ആശീർവാദം സ്വീകരിക്കാം. സഭയിലാണ് നമ്മൾ കർത്താവിനെ കണ്ടെത്തുക, സഭയിലാണ് നമ്മൾ അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുക. അതുകൊണ്ട് പരിശുദ്ധ മാർപ്പാപ്പായെയും സഭയെ നയിക്കുന്ന എല്ലാവരെയും, സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രേക്ഷിതരെയും അഭിഷിക്തരെയും പ്രത്യേകമായി ഓർത്തുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ സഹനങ്ങളെയും ദൈവികമാക്കി മാറ്റുവാനും സഹിക്കുന്ന എല്ലാവർക്കും ആശ്വാസം ലഭിക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഭയുടെ നാമത്തിൽ നമുക്കെല്ലാവർക്കും ആശീർവാദം സ്വീകരിക്കാം. കർത്താവായ ദൈവം പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ എനിക്ക് നൽകിയ എല്ലാ നന്മകളെയും കൃപകളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്
സഭയുടെ നാമത്തിൽ, ത്രിത്വത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷത്തിൻ്റെ അനുഭവം നിറയുന്ന ഒരു ദിവസമായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ദൈവകൃപയും ആശംസിക്കുന്നു.